ഓൺലൈൻ തട്ടിപ്പിലൂടെ 43 ലക്ഷം തട്ടിയെടുത്ത കേസിൽ 3 പേരെ കോഴിക്കോട് നടക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്തു. ബിസിനസ്സുകാരനായ എരഞ്ഞിപ്പാലം സ്വദേശിയുടെ പണം തട്ടിയെടുത്തതിന് പാലക്കാട്, തിരുവനന്തപുരം സ്വദേശികളാണ് പിടിയിലായത്. കോഴിക്കോട് എരഞ്ഞിപ്പാലം സ്വദേശിയുടെ 43 ലക്ഷം രൂപ തട്ടിയ കേസിൽ പാലക്കാട് പറക്കുളം സ്വദേശികളായ ചോലയിൽ മുഹമ്മദ് മുസ്തഫ, യൂസുഫ് സിദ്ദിഖ്, തിരുവനന്തപുരം കഴക്കൂട്ടം സ്വദേശിയായ മുഹമ്മദ് അർഷക് എന്നിവരെയാണ് നടക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പരാതിക്കാരനെ പ്രതികളാദ്യം വെൽ വാല്യൂ ഇന്ത്യ എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാക്കി. തുടർന്ന് വിശ്വാസം ആർജിച്ച ശേഷം ഗൂഗിൾ മാപ്സ് റിവ്യൂ VIP എന്ന ടെലഗ്രാം ഗ്രൂപ്പിലും ജോയിൻ ചെയ്യിപ്പിച്ചു. പിന്നീട് വിവിധ ടാസ്കുകൾ ചെയ്യാൻ ആവശ്യപ്പെടുകയായിരുന്നു. അങ്ങനെ ചെയ്താൽ പ്രതിഫലം ലഭിക്കുമെന്നും പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ചു. പണം അയക്കുന്നതിന് ബാങ്കുമായി ബന്ധപ്പെട്ട രഹസ്യ വിവരങ്ങളും ചതിയിലൂടെ കൈക്കലാക്കിയാണ് പണം തട്ടിയത്. ജനം, കോഴിക്കോട്. പത്തനംതിട്ട പ്ലാങ്കമണിൽ വീട് കയറി അതിക്രമം എന്ന പരാതി. പ്ലാങ്കമൺ സ്വദേശി അനിത ദമ്പതികളുടെ വീടാണ് ആക്രമിച്ചത്. സംഭവത്തിൽ പ്രദേശവാസിയായ അരുണിനെതിരെ കോയിപ്പുറം പോലീസ് കേസെടുത്തു. CPM പ്രവർത്തകനായ പ്രതിയുടെ രാഷ്ട്രീയ സ്വാധീനത്താൽ കേസ് പിൻവലിപ്പിക്കാൻ ശ്രമം നടന്നെന്നും കുടുംബം ആരോപിക്കുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. മദ്യലഹരിയിലായിരുന്ന പ്രദേശവാസി അരുണിന്റെ ആക്രമണമുണ്ടായെന്നും തുടർന്ന് വീടിനുള്ളിലും ഇയാൾ അതിക്രമം നടത്തിയെന്നുമാണ് അനിത കോയിപ്പുറം സ്റ്റേഷനിൽ നൽകിയ പരാതി. ഞാനിവിടെ അങ്ങോട്ട് തിരിഞ്ഞ് പാത്രം കഴുകിക്കൊണ്ടിരുന്നപ്പോൾ അവൻ എന്നെ പുറകെ കൂടെ വന്ന് പിടിച്ചു. ഞാനപ്പം പെട്ടെന്ന് കുതറി ഇങ്ങനെ മാറിയപ്പോൾ അവൻ എൻ്റെ ഉടുപ്പ് വലിച്ചു കയറി. ഞാനപ്പം പെട്ടെന്ന് മോനെ വിളിച്ചു. മോൻ കഴിച്ചിട്ട് ഫോണും കൊണ്ട് അകത്ത് കയറിയായിരുന്നു. ഞാൻ മോനെ വിളിച്ച് മോനെ ഓടി വാന്ന് പറഞ്ഞു. അവൻ ഓടി വരുന്നത് അപ്പോൾ അവനില്ലെന്നും കണ്ട അവൻ ഇവിടെ കയറി വന്നത്. മോനെ ഓടി വരാമെന്ന് വിളിച്ചപ്പോഴത്തേന് അവൻ എന്നെ വിട്ടിട്ട് ഇറങ്ങി ഓടി. ഈ വാതൊക്കെ വന്ന് നോക്കിയപ്പോൾ എല്ലാം തല്ലിപ്പൊളിച്ച് എല്ലാം നശിപ്പിച്ചിട്ടേക്കുക. ഞങ്ങൾ തിരിച്ചു കയറി വന്നപ്പോൾ അവൻ ഈ കട്ടയിരിപ്പുണ്ട്. കട്ടയിരുന്ന് അവൻ പറയുക, ചെല്ല്, നല്ല കാഴ്ച കാണാം, ഇങ്ങോട്ട് കയറി ചെല്ലാനെന്ന്, പണി വെച്ചിട്ടുണ്ടെന്ന്. വീട്ടിൽ കാണിച്ചു വെച്ചിരുന്ന ചോറും കലയും എല്ലാം എടുത്ത് താഴെയിട്ട് ചോറ് മൊത്തം പോയി. രാത്രി ഉച്ചവരെ ഞങ്ങൾ പട്ടിണിയായിരുന്നു. കേസ് പിൻവലിപ്പിക്കാൻ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടായെന്നും കുടുംബത്തിന്റെ ആരോപണം. അവൻ്റെ തന്തയാണെങ്കിൽ എപ്പോഴും പറയാറുണ്ട്, ഞങ്ങൾക്ക് പാർട്ടിയുണ്ട്, നിങ്ങൾ എന്തോ ചെയ്താലും ഞങ്ങൾ പാർട്ടിയുമായിട്ട് ഇടപെട്ട് ചെയ്യുമെന്ന്. അപ്പോൾ ഇന്നലെ ആണെങ്കിലും പോലീസുകാർ വന്നപ്പം പാർട്ടിക്കാരെ ഇവരുടെ കൂടെ വന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞത്. അവർക്ക് പാർട്ടി അവരുടെ കൂടെ ഉണ്ടെന്നുള്ള അഹങ്കാരത്തിൽ അവർ ഇതെല്ലാം കാണിച്ചു വെക്കുന്നത്. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം, വീട്ടിൽ അതിക്രമിച്ചു കയറൽ തുടങ്ങിയ വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കോയിപ്പുറം പോലീസ് സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി. ജനം, പത്തനംതിട്ട. കാലിക്കറ്റ് സർവകലാശാലയിൽ 4 വർഷ ബിരുദ പ്രോഗ്രാമിന്റെ സിലബസുകൾ ഇതുവരെ പ്രസിദ്ധീകരിക്കാത്തത് ആശങ്കാജനകമാണെന്ന് കേരള പ്രൈവറ്റ് കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ. നിരവധി ഓട്ടോണമസ് കോളേജുകളിൽ ജൂൺ 1-ന് 1-ാം വർഷ ബിരുദം ആരംഭിക്കാനിരിക്കുന്ന സാഹചര്യത്തിലാണ് സർവകലാശാലയുടെ നിരുത്തരവാദപരമായ സമീപനം. സെനറ്റ് യോഗങ്ങൾ ചേരുന്നതിലും സർവകലാശാല അലംഭാവം കാണിക്കുന്നതായി KPCTA കുറ്റപ്പെടുത്തി. കഴിഞ്ഞ ദിവസം നടന്ന സർവകലാശാല സെനറ്റ്